നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രിക്ക്, അതായത് CorelDRAWയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്ക്, അതാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം ഞാൻ CorelDRAW X5 ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു CorelDRAW ഫയൽ ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളം ഫോണിൻ്റെ ആവശ്യമെങ്കിൽ നമ്മൾ ഒരുപാട് ഫോൺസ് കാണിച്ചു കൊടുക്കും. അതിൽ മലയാളത്തിൽ നമ്മൾ പറയത്തക്ക ഫോണ്ടുകളൊന്നും ഇല്ല, അത്രയധികം ഫോണ്ടുകളൊന്നും ഇല്ല. അപ്പം ഒരു കസ്റ്റമർ വന്ന് പുതുതായി ഒരു ഫോണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കുക. ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, ഇത് എന്ത് ട്രിക്കാണെന്ന്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വെറും ഔട്ട്ലൈൻസ് മാത്രമാണ്, ലൈൻസ് മാത്രം. നമ്മുടെ മലയാളം അക്ഷരം എല്ലാം കംപ്ലീറ്റ് ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ വെറും ഔട്ട്ലൈന് മാത്രം. ഇപ്പോൾ വരുന്നവർ ഒരു വേർഡ് പറയുന്നു, ആ വേർഡ് ഒരു പേര്, അത് പുതിയൊരു മോഡൽ ഫോണ്ടിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആ ഒരു വിധമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ വരച്ച് വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം പറയുന്നതാണ്. അപ്പോൾ പരമാവധി സ്കിപ്പ് ചെയ്ത് കാണാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഒരു കസ്റ്റമർ വന്ന് ഒരു പേര് വേണമെന്ന് പറയുന്നു. ഇപ്പം ഞാനിവിടെ അവിടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പേര്, ഒരു കഥാപാത്രത്തിൻ്റെ പേര് ആനവാരി കേശവൻ നായർ. അപ്പം ഞാനിവിടെ ആനവാരി എന്ന് മാത്രം എടുത്തു വെക്കാം. ആനവാരി, സോറി, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഫോണ്ടുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കാം. ഇതിനാകെയുള്ള അസംസ്കൃത വസ്തു ഈ ഒരു ലെറ്റർ സ്റ്റൈൽ മാത്രമാണ്, വേറൊന്നും ആവശ്യമില്ല. ഇപ്പം ഞാനിവിടെ ആനവാരി എന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ CorelDRAWയിൽ ആർട്ടിസ്റ്റിക് മീഡിയ ടൂള്, അത് CorelDRAW ഓരോ വേർഷനിലും ഓരോ ഏരിയയിലും ഉണ്ടാകുക. ടൂൾസിൽ ആർട്ടിസ്റ്റിക് മീഡിയ ടൂള്, അത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ്, പ്രീസെറ്റ്, ബ്രഷ്, സ്പ്രെയർ, കാലിഗ്രാഫിക്, പ്രഷർ. അപ്പോൾ നമുക്ക് ആദ്യം കാലിഗ്രാഫിക്ക് നോക്കാം. ഇപ്പോൾ കാലിഗ്രാഫിക് സ്റ്റൈലിലാണ് നമുക്കിത് വേണ്ടത്. അപ്പം ഞാനിത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് മാത്രം സെലക്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ആദ്യം മൊത്തം ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ആർട്ടിസ്റ്റിക് മീഡിയ ടൂള് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എടുക്കുക. എടുത്തതിന് ശേഷം കാലിഗ്രാഫിക്ക്. ആ കാലിഗ്രാഫിക്ക് എടുത്താൽ ഇവിടെ ഒരു കോളത്തിൽ കാലിഗ്രാഫിക് ആംഗിൾ, അതായത് അതിൻ്റെ ആ ചെരിവ്, ഇതിപ്പോൾ 45 ഉള്ളത്, നമുക്ക് 45 മതി. പിന്നെ അതിൻ്റെ സ്ട്രോക്കിൻ്റെ വിഡ്ത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു എഫക്റ്റിലേക്ക് വന്നു, ശരിയായ ഒരു കാലിഗ്രാഫിക് സ്റ്റൈലിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ കളർ ചെയ്ത് നോക്കുക, പുതിയൊരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഇത്തിരി കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിന് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും ഈ ഫോണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ കാലിഗ്രാഫിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സ്ട്രോക്ക് വിഡ്ത്ത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ആ പറഞ്ഞ ആ ഏരിയയിൽ, ആ ബോക്സിൽ ഇത്തിരി കൂടെ ചെറുതാക്കുക, വലുതാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ആംഗിളും നമുക്ക് മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലെറ്ററിൻ്റെ ആ സ്റ്റൈലേ മാറി വരുന്നതാണ്. ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഒരു ലൈൻ ഉണ്ടാവും, നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ആ ലൈന്, അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ അറേഞ്ച് പോവുക, ബ്രേക്ക് 12 ഒബ്ജക്റ്റ് സെലക്റ്റഡ് അപ്പാർട്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം ബ്രേക്ക് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഔട്ട്ലൈൻ ആയിക്കഴിഞ്ഞാൽ
അത് ഇവിടെ കാണാം. അൺഗ്രൂപ്പ് ചെയ്യുക, ഓരോന്നും എടുത്ത് മാറ്റുക. ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഫോണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേണ്ട, ഈ ഒരു ഫോണ്ട് വേണ്ട, ഇതിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തിയിട്ടുള്ള വേറൊരു ഫോണ്ടാണ് വേണ്ടതെങ്കിലും അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു ലെറ്റർ വേർഡ് എടുത്ത് വെക്കാം. എലി, ഞാൻ എനിക്ക് ഇപ്പം തോന്നിയൊരു വേർഡ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, ഇതാരും കാര്യം വെക്കണ്ട. ഇപ്പോൾ എലി എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിലേക്ക് പോയി. അപ്പോൾ അത് എടുത്ത് നമ്മളിപ്പോൾ കാലിഗ്രാഫിയാണ് ചെയ്തത്. കാലിഗ്രാഫി കൂടാതെ വേറെയും പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റിലേക്ക് ഇത് വരുന്നത് കാണാം. ഇപ്പോൾ പ്രഷർ, അതിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് കുറച്ചപ്പോൾ വേറൊരു മോഡൽ ഫോണ്ട് നമുക്ക് കിട്ടി. അതിനുശേഷം ഒന്നുകിൽ കൺട്രോൾ കെ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ലൈന് സെപ്പറേറ്റ് വരുന്നതാണ്. അൺഗ്രൂപ്പ് ചെയ്യുക, ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഫോണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എലി. ഇനി അതും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒന്ന് നോക്കാം. ബലൂൺ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു റോ മെറ്റീരിയൽസ്, അതായത് ഇത് നമ്മൾ ഓൾറെഡി ഇതിങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം. അത് ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇത് മാത്രം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബലൂൺ സെലക്ട് ചെയ്ത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിലേക്ക് പോകാമെന്ന് ആർട്ടിസ്റ്റിക് മീഡിയ ടൂളെടുത്തു. ഇപ്പോൾ നമ്മൾ പ്രഷറാണ് കൊടുത്തിരിക്കുന്നത്. പ്രഷറിൻ്റെതാണ് നമ്മൾ ഇവിടെ ഇത് കൊടുത്ത ആ എലീൻ എന്നുള്ള വേർഡ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതുള്ളത് കാലിഗ്രാഫിക്ക്, അതും ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ഇനി ബ്രഷിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നത് കാണാം, ബോക്സായിട്ട്. അപ്പോൾ ഞാൻ ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്രഷിലേക്ക് മാറ്റേണ്ട ഇത് ലെറ്റർ വേർഡ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ ഈ ബോക്സിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇമേജസ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യാം. ഈ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒന്നൊന്നര ഫോണ്ടാണ്, ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അത്രയും ഭംഗിയുള്ള ഫോണ്ടാണ് കാണാൻ വേണ്ടി. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ സ്ട്രോക്ക് വിഡ്ത്തൊക്കെ മാറ്റി കൊടുത്ത് അതിൻ്റെ വേറൊരു മോഡലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ തന്നെ വേറെയും ഉണ്ട് മോഡൽ. അപ്പോൾ ആ മോഡലിലേക്ക് മാറ്റാം. അപ്പോൾ ഓരോന്നും ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെയുള്ളത് വരുമ്പോൾ അതിൻ്റെ ആ വിഡ്ത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്ലിയറായി വരും. ബലൂൺ. ഇനി മറ്റൊന്നുകൂടെ കാണിക്കാം. ഇത് വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ എന്തെങ്കിലും മനസ്സിലാവും. ഇപ്പം ഞാൻ മഴ എന്നുള്ളൊരു ലെറ്റർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ആർട്ടിസ്റ്റിക് മീഡിയ ടൂളിലേക്ക് പോയി. ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, പ്രീസെറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രോക്ക് വിഡ്ത്ത് മാറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റൈല് മാറി വന്ന് ഈ ഒരു ലെവലിലേക്ക് വന്ന്. ഇനി ഒന്നുകൂടെ കാണിച്ച് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ആ മഴ തന്നെ ഒന്നുകൂടി ഞാൻ അണ്ടു അടിച്ച് പഴയ രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആർട്ടിസ്റ്റിക് മീഡിയ ടൂളെടുത്ത്
ഇതിൽ നമ്മൾ ഈ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 4-5 ഓപ്ഷൻസ് വരും. ഒന്ന് ആർട്ടിസ്റ്റിക്, ഒന്ന് കാലിഗ്രാഫി, സ്ക്രോള്, സാൻസ്വൽ, സ്പ്ലാറ്റർ, സിമ്പിൾ, ടെക്സ്ചർ, കസ്റ്റം. ഇപ്പോൾ ഞാൻ ടെക്സ്ചർ എടുത്തിട്ടുണ്ട്. ടെക്സ്ചറിൽ വേറെയും എഫക്റ്റ് ഉണ്ട്. ഇതോരോന്നും നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. സോറി, ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വിട്ടുപോയി. ടെക്സ്ചർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു എഫക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രോക്ക് വിഡ്ത്ത് മാറ്റി കൊടുക്കുക. മഴ. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കാര്യമായിട്ട് പറയാനുള്ളത്, ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ വരച്ചുണ്ടാക്കുക ഈ ലെറ്റേഴ്സ്. അതല്ല വരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താലും ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ.